നമസ്കാരം. പറമ്പത്ത് ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു വിശ്വാസപ്രകാരം ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഭഗവാനാണ് ഹനുമാൻ. അഞ്ജനപുത്രനായ ഹനുമാൻ ശ്രീരാമഭക്തനായും അറിയപ്പെടുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായും ഭയം മനസ്സിൽ നിന്നും ഇല്ലാതാക്കുന്നതിനായി സമാധാനപരമായ ജീവിതം നയിക്കാൻ വേണ്ടിയും പലരും ഹനുമാൻ ചാലിസ ജപിക്കാറുണ്ട്. മറ്റു ദേവന്മാരെ അപേക്ഷിച്ച് ഹനുമാന്റെ സ്വഭാവത്തിലും അനവധി സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് ഇനി പറയുന്ന സ്വഭാവ ഗുണങ്ങളുണ്ടെങ്കിൽ ഭഗവാൻ ഹനുമാന്റെ ഗുണങ്ങളിൽ നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഒന്നാമത്തേത്, നിങ്ങളെ വിശ്വസിക്കുന്നവരോട് തിരിച്ച് അങ്ങോട്ടും വിശ്വസ്തത പുലർത്തുന്നത്. അതായത്, ഒരു വ്യക്തി നമ്മളെ പൂർണ്ണമായും വിശ്വസിച്ചാൽ അവർ നൽകുന്ന അതേ വിശ്വാസത്തിൻ്റെ അളവിൽ തിരിച്ച് വിശ്വാസത്തോടെ പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടെങ്കിൽ അത് ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. കാരണം ശ്രീരാമനോടും സീതാദേവിയോടും ഹനുമാൻ നിലനിർത്തിയിരുന്നതും ഇതേ വിശ്വാസവും ആത്മസമർപ്പണവുമായിരുന്നു. നിസ്വാർത്ഥനായിട്ടാണ് അദ്ദേഹം ഭഗവാൻ ശ്രീരാമന്റെ കൂടെ നിലനിന്നതും. സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിൽ പോകുമ്പോൾ തൻ്റെ ശക്തിയും ധൈര്യവും തന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ഹനുമാൻ മറന്നില്ല. അതിനാൽ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരിൽ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ ഗുണവും ദർശിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് നേതൃത്വ ഗുണം. നേതൃത്വ ഗുണത്തിൽ മുന്നിൽ നിൽക്കുന്ന ദേവനാണ് ഹനുമാൻ. വാനരപ്പടയെ മൊത്തത്തിൽ ഭഗവാൻ ശ്രീരാമനായി ഒന്നിപ്പിച്ച് നയിക്കാൻ ഹനുമാൻ സ്വാമിക്ക് സാധിച്ചിട്ടുണ്ട്. ഭിന്നതകളില്ലാതെ തങ്ങളെ പിന്തുടർന്നവരെ ശരിയായ രീതിയിൽ നയിക്കാനും അവർക്ക് വേണ്ട ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനും ഹനുമാൻ സ്വാമിക്ക് സാധിച്ചു. അതിനാൽ തന്നെയാണ് രാവണപ്പടയെ തോൽപ്പിക്കാൻ വാനരന്മാർ ശ്രീരാമനെ സഹായിച്ചതും. നിങ്ങൾക്കും ഇതുപോലെ ഒരു കൂട്ടം ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ ഒന്നിച്ച് ഒരേ ലക്ഷ്യത്തിനായി മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കും ഹനുമാൻ സ്വാമിയെ പോലെ നേതൃത്വ ഗുണം ഉണ്ട് എന്നാണ്. ക്ഷമ. ഹനുമാൻ സ്വാമിയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ. ഓരോ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്തെടുത്താൽ മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിക്കൂ. അതിനുദാഹരണമാണ് രാവണന് മുൻപിൽ സധൈര്യം ചെന്നതും എത്ര പ്രകോപനപരമായ അന്തരീക്ഷത്തിലും ദേഷ്യപ്പെടാതെ നിലനിൽക്കാൻ സാധിച്ചതും. അതും എത്ര വലിയ പ്രതിസന്ധിയിൽ പോലും ഹനുമാൻ തൻ്റെ ക്ഷമ നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. ഈ ഗുണങ്ങൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വിജയം കൈവരിക്കാൻ തീർച്ചയായും സാധിക്കും. നിങ്ങളെ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.